കേട്ടോ. ഇങ്ങനെയാകുമ്പോൾ എങ്ങനെയാ ശരിയാവുക? നമ്മൾ രണ്ടാളും അധ്വാനിക്കാണ്ട് നമ്മളെ ലൈഫ് ഇങ്ങനെ മുമ്പോട്ട് പോവുക. ഇപ്പൊ തന്നെ മോൻ്റെ 1 മാസത്തെ ഫീസെല്ലാം പെൻഡിങ്ങിലുള്ള. നിങ്ങൾക്കൊരു ജോലി അത്യാവശ്യമാണ്. നമുക്ക് എങ്ങനെയെങ്കിലും ഒരു ജോലി ശരിയാക്കി എടുക്കണം. അല്ലാണ്ട് എൻ്റെ ഒരാളെ ശമ്പളത്തിൽ നമ്മൾ എങ്ങനെയാണ് ജീവിക്കുക? നീ പറഞ്ഞ ശരിയാണ്. എത്ര കാലം വെച്ചിട്ട് ഇങ്ങനെ ഒരു ജോലി ഇല്ലെങ്കിൽ മുന്നോട്ട് പോകുന്ന കാര്യം ഭയങ്കര ബുദ്ധിമുട്ടാണ്. 4-5 മാസമായില്ലേ നിങ്ങൾ ജോലി പോയിട്ട്? അതുവരെ ഒരു പ്രശ്നം ഉണ്ടായിട്ടായിരുന്നു. ഇപ്പം എല്ലാം കൂടി പെട്ടെന്ന് ഇങ്ങനെ തലയിൽ വരുമ്പം എന്നെ കൊണ്ട് അതൊന്നും താങ്ങാൻ പറ്റുന്നില്ല. നിങ്ങൾ അന്ന് ഇന്റർവ്യൂവിന് പോയിട്ട് 2ാമത് അവരെ വിളിച്ചിനായിരുന്നോ? ഇല്ലടി, പിന്നെ അവർ വിളിച്ചിട്ടൊന്നുമില്ല. ഇനിയിപ്പോൾ ആകെയുള്ളൊരു പ്രതീക്ഷ നമ്മുടെ രാമാട്ടം പറഞ്ഞ ജോലിയാണ്. അത് പക്ഷേ ആ ഡ്രൈവർ വേക്കൻസി നമ്മളെ സ്കൂളിൽ, അതുകൊണ്ട് എനിക്കൊരു മടി. എന്തൊക്കെ ചെയ്യാം? സാരൂലാന്ന്. അല്ലാണ്ട് ഇപ്പം എന്താ ചെയ്യുക? തൽക്കാലം നിങ്ങളിപ്പോൾ ആ ജോലി കയറ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും നോക്കാം. അല്ലടി, മോളറിഞ്ഞാൽ പ്രശ്നമാവും. അവരുടെ സ്കൂളിൽ ഡ്രൈവറായിട്ട് പോകാമെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ മോളോട് പറഞ്ഞാലോ? വേണ്ട, അവളോട് ഇപ്പം എന്തായാലും പറയണ്ട. നിങ്ങളിപ്പോൾ അതൊന്നും ആലോചിക്കണ്ട. നാളെ നേരെ ഒന്ന് പോയി നോക്ക്. എല്ലാം ശരിയായിരിക്കും അല്ലേ? അമ്മേ, ആ മോളെത്തിയാ? അച്ഛൻ എന്ത് പണിയാമേ കാണിച്ചേ എന്റെ സ്കൂളിൽ ഡ്രൈവറായിട്ട്? എന്റെ ഫ്രണ്ട്സിനും മുന്നിൽ ഞാൻ നാണം കെട്ടുപോയി. മോളെന്താ ഇങ്ങനെ പറയുന്നേ? അച്ഛൻ്റെ അവസ്ഥ മോക്ക് അറിയുന്ന തന്നെയല്ലേ. തീരെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാ ഇപ്പം ആ ജോലിക്ക് കയറിയത്. നിങ്ങളെയൊക്കെ നോക്കാൻ വേണ്ടിയിട്ടല്ലേ അച്ഛനെ ജോലിക്ക് പോകുന്നത്. ഇപ്പോൾ മോൾ തന്നെ ഇങ്ങനെ പറഞ്ഞാലോ? വേറെ എന്തെല്ലാം പണിയുണ്ട് അമ്മേ? ഈ ഡ്രൈവർ പണി അച്ഛനെ കിട്ടിയിട്ടുള്ളൂ, അതും എന്റെ സ്കൂളില്. മോളെ, എല്ലാ ജോലിക്കും അതിൻ്റെതായ അന്തസ്സുണ്ട്. അതിപ്പോൾ ഡ്രൈവർ ജോലിയായാലും ഏത് ജോലിയായാലും അതിലൊരു കുറച്ചിലും ഇല്ലടോ. നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ നമ്മളെ കഷ്ടപ്പെടുന്നത്. അതിനു വേണ്ടിയിട്ട് ഏത് ജോലിക്ക് പോയാലും അതിലൊരു തെറ്റുമില്ല. അഭിമാനം മാത്രമേ ഉള്ളൂ. നോക്ക്, നാളെ നീ പോയിട്ട് എൻ്റെ ഫ്രണ്ട്സിനോട് പറയണം എൻ്റെ അച്ഛൻ ഇവിടുത്തെ ഡ്രൈവറാണ്. എത്രത്തോളം അഭിമാനത്തോടുകൂടി നീ പറയുന്നുണ്ടോ അത്രത്തോളം നീ വലുതാവുകയുള്ളൂ. ഞാൻ സ്കൂളിലും ഉണ്ടായിട്ട് അച്ഛന് വിഷമായ. ഏയ് ഇല്ല മോളെ, അച്ഛൻ നിന്നെ അറിയില്ലേ? സോറി അച്ഛാ. സാരമില്ല മോളെ. മോക്ക് അച്ഛൻ ഡ്രൈവറായിട്ട് ജോലി ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും വിഷമമുണ്ടോ? എനക്ക് ഒരു പ്രശ്നമില്ല അച്ഛാ. ഇനി എനിക്ക് അച്ഛനെ എപ്പോഴും കാണാലോ. എന്നാലേ നാളെ മുതൽ നമുക്ക് ഒരുമിച്ച് പോയാലോ? ആ ഓക്കെ.